31-ാം ദിവസം രാവിലെ 10 മണി. മത്സരാർത്ഥികളെ ശ്രദ്ധിക്കൂ. 7-ാം ആഴ്ചയിലെ നോമിനേഷൻ പ്രക്രിയയുടെ ടൈമാണിത്. ഓരോരുത്തരായി കൺഫഷൻ റൂമിൽ വന്ന് നോമിനേറ്റ് ചെയ്യാവുന്നതാണ്. പിങ്കിയിൽ നിന്നും ആരംഭിക്കാം. ഞാൻ ആദ്യം ജാക്കിയെ കുറിച്ച് പറയും. ഈ ഷോയിൽ ഒട്ടും തന്നെ ആക്റ്റീവ് അല്ല. രണ്ടാമത്തേത് മിക്സിയാണ്. മിക്സി ഇനിയും അടുക്കളയിൽ നിന്നും പൂർവാധികമായി പുറത്തു വന്ന് ഗെയിമിലേക്കൊന്നും ഇറങ്ങുന്നില്ല. ഞാൻ ആദ്യം ജാക്കി, രണ്ടാമത്തത് നോബിത. രണ്ടുപേരും ഒട്ടും തന്നെ ആക്റ്റീവ് അല്ല ഈ ഷോയിൽ. പിങ്കി ആൻഡ് നോബിത രണ്ടുപേരും ഈ ഷോയിൽ ആക്റ്റീവും അല്ല. ആരുമായിട്ട് അങ്ങനെ ഒരു കോൺവെർസേഷൻ ഒന്നുമില്ല. ഫേക്കായി കളിക്കുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ ജാക്കിയാണ് ആദ്യം പറയുന്നത്. ഒന്നാമത്തെ ദിവസം തൊട്ട് ഇന്ന് വരെ ഒട്ടും തന്നെ ആക്റ്റീവ് അല്ലാത്ത ഒരു കണ്ടസ്റ്റന്റ് ആണ്. രണ്ടാമത്തേത് എനിക്ക് നോബിതയാണ് പറയാനുള്ളത്. ഒരു ഫേക്ക് ഗെയിമർ ആൻഡ് ഒരു സൈലന്റ് ഗെയിമർ ആയിട്ട് എനിക്ക് തോന്നി. ഞാൻ ആദ്യം പറയുന്നത് ജാക്കിയെ തന്നെയാണ്. ജാക്കി ഒട്ടും തന്നെ ആക്റ്റീവ് അല്ല ഈ ഷോയില്. ഇത്രയും ദിവസം നിന്നിട്ടൊന്ന് ആക്റ്റീവ് ആവാതെ എപ്പോഴാണ് ആക്റ്റീവ് ആവുക? രണ്ടാമത് എനിക്ക് പിങ്കിയാണ് പറയാനുള്ളത്. ഒരു സൈലന്റ് ആൻഡ് ഫേക്ക് ഗെയിമറെ പോലെ എനിക്ക് തോന്നി. ജാക്കി ആൻഡ് മിക്സി ഈ രണ്ടുപേരും ഈ ഷോയിൽ ചേരാത്ത കണ്ടസ്റ്റൻസ്. ശ്രദ്ധിക്കുക. 7-ാം ആഴ്ചയിലെ എവിക്ഷൻ പ്രോസസ്സിൽ ഉൾപ്പെട്ടവർ 5 വോട്ടുകളുമായി ജാക്കി, 2 വോട്ടുകളുമായി മിക്സി, 2 വോട്ടുകളുമായി പിങ്കി, 3 വോട്ടുകളുമായി നോബിത. നോമിനേഷൻ പ്രക്രിയ അവസാനിച്ചിരിക്കുന്നു. 5 വോട്ടുകൾ. അപ്പൊ നിങ്ങൾ എല്ലാവരും ജാക്കി എന്ന എനിക്ക് എതിരായിട്ടാണ് വോട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ? ശരി, വോട്ട് ചെയ്തോ. വോട്ട് ചെയ്യുന്നതിന് എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ ഞാൻ ആരാണെന്ന് ഇന്ന് തൊട്ട് നീയൊക്കെ അറിയും. ഇന്ന് തൊട്ട് ഈ ജാക്കി എന്ന മത്സരാർത്ഥി നീയൊക്കെ എടാ മോനെ പിങ്കി, നിന്നോട് ഞാൻ സംസാരിക്കാൻ ആവശ്യമില്ല. കാര്യത്തിലൂടെ മോനെ നീ വിവരം അറിയും.